ഡൽഹിയിൽ വീണ്ടും യോഗം ചേർന്നു. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേർന്നത്. AICCയിലെ യോഗത്തിന് ശേഷമാണ് പ്രത്യേക യോഗം ചേർന്നത്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിവരങ്ങൾ നൽകാൻ നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദ, അവിടെയും ഈ VD സതീശൻ KC വേണുഗോപാൽ പക്ഷം വലിയ തർക്കത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ടാമത്തെ യോഗം അതിലെങ്കിലും സമവായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നന്ദ? അശ്വതി, ഇവിടെ ഡൽഹിയിൽ ഋതുക്കൾ മാറി വരുന്നു. അതായത് തണുപ്പ് കാലം പോയി ചൂടുകാലത്തിലേക്ക് വന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ശക്തമായ മഴ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും തർക്കം തുടരുകയാണ്. അതായത് ഇന്ന് രാത്രിയും ഈ പട്ടിക പുറത്തിറങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ കൈവിട്ടൊരു അവസ്ഥയിലേക്കാണ്. തർക്കം പരിഹരിക്കാൻ ആയിട്ടില്ല. സുധാകരൻ മത്സരിക്കണമെന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു. സുധാകരനെ മത്സരിപ്പിച്ചാൽ മറ്റ് MP-മാർക്കും ഇളവ് നൽകണമെന്നുള്ളതാണ് VD സതീശൻ അടക്കം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സുധാകരനെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടിൽ അടിയുറച്ചാണ് പ്രധാനമായും VD സതീശൻ അടക്കം നിലകൊള്ളുന്നത്. അതേസമയം VD സതീശനെ മാറ്റി നിർത്തിയാൽ അത് കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം കനത്ത പരാജയത്തിന് കോൺഗ്രസിന്റെ വഴിവെക്കുമെന്നുള്ളതാണ് പ്രധാനമായും AICC നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. കണ്ണൂരിലെ പ്രബലനായ നേതാവാണ് സുധാകരൻ. കമ്മ്യൂണിസ്റ്റ് ഉരുക്കുകോട്ട തകർത്ത് അവിടെ കോൺഗ്രസിന്റെ ആശയം പ്രചരിപ്പിക്കാൻ ഏറെ കഷ്ടപ്പെട്ട നേതാവാണ് സുധാകരൻ. അതുകൊണ്ട് സുധാകരനെ പൂർണ്ണമായും തള്ളാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. അങ്ങനെ സുധാകരനെ തള്ളുന്ന പക്ഷം സുധാകരൻ വിമതനായി മത്സരിക്കും. വിമതനായി മത്സരിച്ചാൽ സ്വാഭാവികമായും പേരാവൂരിൽ സണ്ണി ജോസഫിനടക്കം കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്നതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. അത് കണ്ണൂരിൽ മാത്രമല്ല, സുധാകരന് അണികൾ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ ഉടനീളമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കണ്ണൂരിൽ മാത്രമല്ല പരാജയം ഏറ്റുവാങ്ങേണ്ടി വരിക, മറ്റ് ജില്ലകളിൽ കൂടിയും കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ സുധാകരനെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ സുധാകരന് സീറ്റ് നൽകുക, ഈ രണ്ട് പോംവഴി മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുന്നിലുള്ളത്. കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ സുധാകരന് മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് സുധാകരൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വിമതനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് AICC നേതൃത്വം സുധാകരന് മുന്നിൽ മുട്ടുവഴക്കി സുധാകരന് സീറ്റ് നൽകാമെന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് സുധാകരൻ വാർത്താ സമ്മേളനം നടത്താതെ പിന്മാറിയത്. എന്നാൽ ഇപ്പോഴും ഈ സുധാകരന്റെ വിഷയത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നതിനാൽ മാത്രമാണ് ഈ രണ്ടാം ഘട്ട പട്ടിക പുറത്തുവിടുവാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകാത്തത്. ഇപ്പോൾ നിലവിൽ മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിൽ യോഗം നടക്കുകയാണ്. VD സതീശനും സണ്ണി ജോസഫും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ തന്നെ രണ്ടുപേരും കേരളത്തിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചതായിരുന്നു. എന്നാൽ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഈ രണ്ട് നേതാക്കളും ഡൽഹിയിൽ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. ഒരുപക്ഷെ നാളെ രാവിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാം, ഒരുപക്ഷെ ഇന്ന് അർദ്ധരാത്രിയിൽ പുറത്തുവരാം. ഏതായാലും ഒരു സമവായം ഇല്ലാതെ പുറത്തു വന്നാൽ അത് സ്വാഭാവികമായും അടൂരും കോന്നിയിലും അതേപോലെ തന്നെ കണ്ണൂരിലും അടക്കം കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുധാകരനെ അനുനയിപ്പിക്കുവാനുള്ള ഈ നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. VD സതീശൻ ഇതിനോടകം തന്നെ സുധാകരനുമായി ഒരു തവണ സംസാരിച്ചു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഫോൺ പോലും എടുക്കാൻ സുധാകരൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പല ഫോർമുലകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സുധാകരൻ നിർദ്ദേശിക്കുന്ന ആൾക്ക് കണ്ണൂരിൽ മത്സരിക്കാം തുടങ്ങിയ ഫോർമുലകൾ വെച്ചുകൊണ്ട് ഇതിനോടകം തന്നെ AICC നേതൃത്വം സുധാകരന് മുന്നിൽ പലതവണ ചർച്ചകൾ നടത്തി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഇതിൽ തന്റെ ഒരുപക്ഷെ അവസാന സാധ്യതയായിരിക്കും. താൻ മത്സരിക്കുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നു. അതേസമയം സുധാകരനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ സുധാകരനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മത്സരിപ്പിക്കുവാൻ വേണ്ടി VD സതീശൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഈ ഖാർഗെയുടെ വീട്ടിൽ മറ്റേതൊക്കെ നേതാക്കൾ കൂടിയാണുള്ളത്? ഈ KC VD പോര് അത് നിയന്ത്രിക്കാൻ അവിടെ മറ്റാരാണുള്ളത്? അശ്വതി, നിലവിൽ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുമുള്ള 3 നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഡൽഹിയിൽ തുടരുന്നത്. അത് ഒന്ന് KC വേണുഗോപാൽ തന്നെയാണ്, രണ്ടാമത് VD സതീശനും, മൂന്നാമത് ഈ സണ്ണി ജോസഫും, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇങ്ങനെ 3 നേതാക്കൾ മാത്രമാണ് നിലവിൽ ഡൽഹിയിൽ തുടരുന്നത്. ഈ 3 നേതാക്കൾ ഒരു സമവായത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് VD സതീശൻ അല്പമയഞ്ഞാൽ പൂർണ്ണമായും കണ്ണൂർ സീറ്റ് സുധാകരന് വിട്ടു നൽകാമെന്നുള്ള നിലപാടിൽ AICC നേതൃത്വം നിൽക്കുകയാണ്. അതേസമയം VD സതീശൻ ഒരു തരത്തിലും
അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വി ഡി സതീശൻ എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും വി ഡി സതീശന്റെ ഉള്ളിലെ ഭീതി എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ രൂപീകരണത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും സുധാകരന് ഒരു കീ പൊസിഷൻ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഏത് രീതിയിലും ഒഴിവാക്കേണ്ടത് വി ഡി സതീശന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണ്ട, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ വി ഡി സതീശൻ നിൽക്കുന്നത്. വി ഡി സതീശനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതായത് കെ സി വേണുഗോപാൽ ഇതിനോടകം തന്നെ വി ഡി സതീശനുമായി സംസാരിച്ചു. പേരാവൂരിൽ സണ്ണി ജോസഫ് അടക്കം കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കെ സി വേണുഗോപാൽ ഇതിനോടകം തന്നെ വി ഡി സതീശനെ ബോധ്യപ്പെടുത്തി. എന്നാൽ വി ഡി സതീശൻ അങ്ങനെ തന്നെ അതേ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം ഒരു ബാലികേറ മലയായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അശ്വതി, ശരി നന്ദ, അത് തന്നെയാണ് ബാലികേറ മല, അത് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക ഈ കോൺഗ്രസിന് മുൻപിൽ നിൽക്കുന്നത്. ഇതുവരെയും ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല, ഒരു സമവായവുമായിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുൻപിലും തമ്മിലടിക്കുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ. നന്ദനാണ് വിവരങ്ങൾ നൽകിയത്.